നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഇന്ത്യൻ വിപണി ക്ലോസ് ചെയ്യുന്നത് 24,600 താഴെയായിട്ടാണ്. 24,542.7% ഇടിവ് നേരിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റി ബാങ്ക് പുതിയ റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തെങ്കിലും, അതായത് 56,161 ആദ്യ മണിക്കൂറിൽ തന്നെ ടച്ച് ചെയ്തെങ്കിലും പിന്നീട് അവിടെ നിന്നും ഫോളോ ആവുന്നതാണ് കണ്ടത്. ഒടുവിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് 55,599 303 പോയിന്റ്സ് ഇടിഞ്ഞാണ്. സെൻസെക്സ് 636 പോയിന്റ്സ് ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് 259 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. ഇന്ന് ഒട്ടുമിക്ക സെക്ടറുകളും ഇടിവിൽ തന്നെയായിരുന്നു. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയ സെക്ടർ നോക്കിയാൽ നിഫ്റ്റി റിയാലിറ്റി ആയിരുന്നു. റിയാലിറ്റി ഇന്ന് നേട്ടമുണ്ടാക്കാനുള്ള കാരണം കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്. ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകൾ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഹോങ്കോങ് മാർക്കറ്റ് 1.51% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. തായ്വാൻ മാർക്കറ്റ് 0.59% ഉയർന്നു. ചൈനീസ് മാർക്കറ്റ് ഷാങ്കായ് കോമ്പോസിറ്റ് 0.43% ഉയർന്നു. സിംഗപ്പൂർ മാർക്കറ്റ് 0.59% ഉയർന്നാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 24,693 എന്ന നിലയിൽ 29 പോയിന്റ്സ് അപ്സൈഡിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റി ഏകദേശം 20 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ രാവിലെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാവുന്നതാണ്. മറ്റ് അസറ്റ് ക്ലാസ്സുകളിൽ ബിറ്റ്കോയിൻ 0.7% നേട്ടത്തിൽ $106,000 ട്രേഡ് ചെയ്യുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് അതുപോലെ WTI ക്രൂഡ് ഓയിൽ എല്ലാം 1% മുകളിൽ മുതൽ 1.5% മുകളിലായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡിൽ ഒരു ഇടിവ് കാണുന്നുണ്ട്. 1% ഇടിവിലാണ് സ്പോട്ട് ഗോൾഡ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. മറ്റുള്ള വാർത്തകളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് കോഴ്സിൻ്റെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ട്രേഡിംഗ് കോഴ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓപ്ഷൻസിനെ കുറിച്ച്, ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ച്, ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ച്, ട്രേഡിംഗ് വ്യൂ എങ്ങനെ ഉപയോഗിക്കണം, വിവിധതരം ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇതിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ലൈഫ് ഇൻഷുറൻസ് സ്റ്റോക്കുകളാണ് ഇന്ന് 1 മുതൽ 3% വരെ ഇടിഞ്ഞത്. മന്ത്ലി സെയിൽസ് ഡാറ്റയ്ക്ക് മുന്നോടിയായാണ് ഈ സ്റ്റോക്കുകൾ ഇടിഞ്ഞത്. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് വലിയ ഇടിവിലേക്ക് പോയത് യെസ് ബാങ്ക് ആയിരുന്നു. ഒരു ബ്ലോക്ക് ഡീൽ നടന്നതോടെയാണ് സ്റ്റോക്ക് 10% ഇടിവ് നേരിട്ടത്. സ്റ്റോക്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല റാലി ആയിരുന്നു കണ്ടിരുന്നത്. അതാണ് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയായത്. മറ്റൊരു വാർത്ത കൂടി യെസ് ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ജപ്പാനിലെ SMBC യെസ് ബാങ്കിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പദ്ധതിയുള്ളതായി മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യയിൽ പൂർണ്ണ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനി ആരംഭിക്കുന്നതിന് SMBC RBIയോട് അനുമതി ചോദിച്ചതായി ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് യെസ് ബാങ്ക് ഇന്ന് വലിയ ഇടിവിലേക്ക് പോയത്. ഏതായാലും യെസ് ബാങ്ക് ഈ വാർത്തകളെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. അത്തരം ചർച്ചകളെക്കുറിച്ച് തങ്ങൾക്ക് അറിയില്ലെന്നും RBIയുമായി ചർച്ചകൾ നടത്തിയിട്ടില്ലെന്നും ബാങ്ക് പറഞ്ഞു. ഇന്ന് ഫെർട്ടിലൈസർ രംഗത്തുള്ള ധാരാളം സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് നടത്തിയിരുന്നു. FICT ഏകദേശം 15% ഉയർന്നു. നാഷണൽ ഫെർട്ടിലൈസർ, മദ്രാസ് ഫെർട്ടിലൈസർ, RCF തുടങ്ങിയ 5 മുതൽ 9% വരെ ഉയർന്നു. 2 കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ സ്റ്റോക്കുകൾ നല്ല നേട്ടമുണ്ടാക്കിയത്. ഒന്ന്, യൂറോപ്പിൽ ഇപ്പോൾ അടുത്തിടെ വന്നൊരു തീരുമാനമാണ്. റഷ്യയിൽ നിന്നും ബെലാറസിൽ നിന്നുമുള്ള വളങ്ങൾക്കും കാർഷിക ഇറക്കുമതികൾക്കും നികുതി ഏർപ്പെടുത്താൻ യൂറോപ്യൻ പാർലമെൻറ്റ് ഒരു നിയമം പാസാക്കി. ഇത് ഇന്ത്യൻ വള കമ്പനികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഫെർട്ടിലൈസർ കമ്പനികൾ യൂറോപ്പിൽ നല്ല പെർഫോമൻസ് നടത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഒരു കാരണം. ഇന്ത്യയിലെ കാലാവസ്ഥ വാർത്തകളാണ് മറ്റൊരു ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. ഇന്ത്യയിലെ കാലാവസ്ഥ പ്രവചനങ്ങൾ വളരെ പോസിറ്റീവാണ്. നല്ല മഴ ലഭിക്കുന്നുണ്ട്. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളും കൂടാതെ ഫെർട്ടിലൈസർ രംഗത്തുള്ള സ്റ്റോക്കുകൾക്കും വളരെ പോസിറ്റീവാണ്. ഇനി ഈ പ്രത്യേകമായിട്ടുള്ള വാർത്ത എടുത്ത് നോക്കുകയാണെങ്കിൽ യൂറോപ്പിൽ നിന്നും ഇപ്പോൾ വന്നിരിക്കുന്ന തീരുമാനം അത് ലോങ് ടേമിലേക്ക് കൂടി ഇന്ത്യൻ ഫെർട്ടിലൈസർ കമ്പനികൾക്ക് വളരെ പോസിറ്റീവാണ്. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ഇനി വരുന്ന ക്വാർട്ടറിൽ ഈ ഫെർട്ടിലൈസർ കമ്പനികളുടെയൊക്കെ ആ ഒരു റിസൾട്ട് നല്ലതാവാനുള്ള സാധ്യതയുണ്ട്. അത് ഇപ്പോഴത്തെ ഈ ഒരു ക്വാർട്ടറിൽ കുറച്ച് പോസിറ്റീവാണ്. ലോങ് ടേമിലേക്ക് യൂറോപ്പിലെ തീരുമാനം വളരെ പോസിറ്റീവ് ആവാനും സാധ്യതയുണ്ട്. ഇന്ന് റിയാലിറ്റി സെക്ടർ നല്ല പെർഫോമൻസ് ആണ് നടത്തിയത്. RBI ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നിഫ്റ്റി റിയാലിറ്റി ഏകദേശം 1% ഉയർന്നത്. ബാറ്റ വീണ്ടും ഡൗൺഗ്രേഡ് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് സ്റ്റോക്ക് ഇന്നും ഇടിയുകയുണ്ടായി. ഇന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായത്, ക്രൂഡ് ഓയിലിൻ്റെ വില ഇന്നലെയും ഇന്നുമായി നല്ലവണ്ണം ഉയരുകയുണ്ടായിരുന്നു. അപ്പോൾ നിരവധി ഓയിലുമായി ബന്ധപ്പെട്ട നമ്മുടെ കമ്പനികൾ ഒരു ഇടിവിലേക്ക് പോയി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, BPCL, HPCL തുടങ്ങിയവ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന കമ്പനികളായതുകൊണ്ട് തന്നെ ഇവർ ഒരു ഇടിവിലേക്ക് പോയി. ഇനി ടയർ കമ്പനികളിലും ഒരു ഇടിവ് കാണുകയുണ്ടായി.
അതായത് ക്രൂഡ് ബേസ്ഡ് മെറ്റീരിയൽസ് ആയിട്ടുള്ള സിന്തറ്റിക് റബ്ബറൊക്കെയാണ് നമ്മൾ ഈ ടയറിൻ്റെ കമ്പനികളിൽ റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്രൂഡിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഈ റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ ഇന്നലെ ഒരു ഇടിവുണ്ടായി. പെയിൻറ്റ് കമ്പനികളായ നിരവധി കമ്പനികൾ ഇടിയുകയുണ്ടായി. അതായത് പെട്രോ കെമിക്കൽ പ്രൊഡക്റ്റുകൾ അതിൻ്റെ വില വർദ്ധിക്കുമ്പോൾ ഈ പെയിൻറ്റ് കമ്പനികൾക്കും വില വർദ്ധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളൊക്കെ ഇടിയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് വെച്ച് ഇപ്പോൾ നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട 1-2 സെക്ടറുകൾ നോക്കണം. ഫെർട്ടിലൈസർ സെക്ടർ, കൂടാതെ ടയർ കമ്പനീസ്, പെയിൻറ്റ് കമ്പനീസ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ് തുടങ്ങിയവയെല്ലാം ഇപ്പോൾ ഫോക്കസിൽ ഉള്ള കമ്പനികളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഫെർട്ടിലൈസർ കമ്പനിയായിട്ടുള്ള FICT നമ്മൾ ഇന്ന് ജൂൺ 3 നൽകിയതാണ്. 949 എന്ന നിലയിൽ ആണ് നമ്മൾ ഈ എഡ്യൂക്കേഷണൽ വ്യൂ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. സ്റ്റോക്ക് ഇന്ന് ഫസ്റ്റ് ടാർഗറ്റായ 975, 985, 1020 ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് വരുന്നത് 1066. ഇൻട്രാഡേയിൽ മാത്രം 10% നേട്ടമാണ് സ്റ്റോക്കിൽ നിന്ന് ലഭിച്ചത്. ഇത്തരത്തിലുള്ള നിരവധി സ്റ്റോക്കുകളുടെ എഡ്യൂക്കേഷണൽ വ്യൂ നമ്മൾ നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ നൽകാറുണ്ട്. ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും അത്തരത്തിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. എങ്കിൽ നാളെ രാവിലെ നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസുമായി നമുക്ക് വീണ്ടും കാണാം. ഏവർക്കും നന്ദി.